അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇത് ചൂരമ്മൽ അങ്ങാടിയാണിത്. നോക്കണം നമുക്ക്. ചൂരമ്മൽ അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പൊ. റോഡ് JCB വെച്ചിട്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടുത്താനുള്ള. ചൂരമ്മൽ അങ്ങാടിയിലാണ് ഇപ്പോൾ ഈ കാണുന്നത്. കുറച്ച് ആൾക്കാർ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അവരൊപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. പല ടെറസിന്റെ മുകളിലും അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. ഇതാണ് നമ്മളെ മുണ്ടക്കായ് ഇപ്പൊ പൊട്ടിയിട്ടുള്ള അവസ്ഥ. ഇതാണിതാ അലിക്കാപ്പിന്റെ പെര ഇതൊക്കെ നിൽക്കുന്ന ഏരിയയാണിത്. പച്ചക്കാട് പോയ മരുന്നതാ. ചൂരുമല കാണണമൊക്കെ ഇവിടുന്ന്. നമ്മളെ ചൂരൽമലി മുണ്ടക്കായ് ബന്ധിപ്പിക്കുന്ന പാലാണ്. പാലത്തിന്റെ അവസ്ഥ അത് പുഴ ഏതാണോ കര ഏതാണോ എന്നറിയില്ല. ആ ലെവലിലാണ് ഇപ്പൊ വെള്ളം ഒഴുകുന്നത്. വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇതാണ് നമ്മളെ മുണ്ടക്കായ് ഇപ്പൊ പൊട്ടിയിട്ടുള്ള അവസ്ഥ. ഇതാണിതാ അലിക്കാപ്പിന്റെ പെര ഇതൊക്കെ നിൽക്കുന്ന ഏരിയയാണിത്. പച്ചക്കാട് പോയ മരുന്നതാ. ചൂരുമല കാണണമൊക്കെ ഇവിടുന്ന്. ഇത് നമ്മളെ വെള്ളരിമല വില്ലേജിന്റെ ഭാഗമാണ്. ഇവിടെ വെള്ളരിമല വില്ലേജ് ഭാഗത്ത് പിന്നെ എൻ്റെ തറവാടാണ് കംപ്ലീറ്റ് മൂടിക്കിടക്കുന്നത്. ഇതിൽ അത്രയും വിറകും കാര്യങ്ങളും വന്ന് അടഞ്ഞു കിടക്കുകയാണ്. ഒന്നുമില്ല, പുഴയുടെ ഗതി മാറി ഒഴുകുകയാണ്. പല വീടുകളിലും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പ്രദേശത്തിൽ. ഇതാണിപ്പോൾ ഫസ്റ്റ് നേരം വെളുത്തപ്പോൾ പുറത്തിറങ്ങി എനിക്കെടുക്കാൻ പറ്റിയ ആദ്യത്തെ ഒരു വീഡിയോ. അത്രയും സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ്. നമ്മളെ ചൂരൽമലി മുണ്ടക്കായ് ബന്ധിപ്പിക്കുന്ന പാലാണ്. പാലത്തിന്റെ അവസ്ഥ അത് പുഴ ഏതാണോ കര ഏതാണോ എന്നറിയില്ല. ആ ലെവലിലാണ് ഇപ്പൊ വെള്ളം ഒഴുകുന്നത്. വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇതാണ് നമ്മളെ മുണ്ടക്കായ് ഇപ്പൊ പൊട്ടിയിട്ടുള്ള അവസ്ഥ. ഇതാണിതാ അലിക്കാപ്പിന്റെ പെര ഇതൊക്കെ നിൽക്കുന്ന ഏരിയയാണിത്. പച്ചക്കാട് പോയ മരുന്നതാ. ചൂരുമല കാണണമൊക്കെ ഇവിടുന്ന്. അയ്യോ, ചെളി താന്ന് ക്യാമറമാൻ ചെളി താന്ന് പോയി കഴിഞ്ഞാ കൂതറ. അയ്യോ, ആ മണ്ണ് വന്ന് സിമെന്റ് പോലെ കല്ലും മണ്ണും കൂടെ സെറ്റായി. ഓ, ഇത് നടപടിയാകില്ല. അയ്യോ, ഒയ്യോ, ഈ കല്ലൊക്കെ ഇതിപ്പോ ഇങ്ങനെ വെള്ളം ഒഴിയാ റോഡും പോവും. നമ്മളെ ചൂരൽമലി മുണ്ടക്കായ് ബന്ധിപ്പിക്കുന്ന പാലാണ്. പാലത്തിന്റെ അവസ്ഥ അത് പുഴ ഏതാണോ കര ഏതാണോ എന്നറിയില്ല. ആ ലെവലിലാണ് ഇപ്പൊ വെള്ളം ഒഴുകുന്നത്. വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്.